മഴ തോരും മുന്നേ സീരിയലിന്റെ ഈ ആഴ്ചയിലെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യെ രോഹിത്തും ഹരിശങ്കറും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് റേപ്പ് ചെയ്തതിന് പിന്നാലെ അവരെ തെരഞ്ഞ് പോലീസ് എത്തുകയും അവർക്കെതിരെ കേസെടുത്ത് അത് വലിയൊരു വിവാദമായിട്ട് മാറുന്നുണ്ട്. പത്രക്കാരും നാട്ടുകാരെല്ലാമായിട്ട് അവരെ കല്ലെറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിറ കണ്ണുകളോട് കൂടിയിരിക്കുന്ന ബാലേന്ദ്രന്റെ അടുത്തേക്ക് അലീന പോയിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട, രോഹിത്തിനെ നമുക്ക് എങ്ങനെങ്കിലും പുറത്തു കൊണ്ടുവരാം. ഇതിനൊക്കെ കാരണം ആ ഹരിയാണ് അച്ഛാ. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എങ്ങനെ മോളെ ഞാൻ ആളുകളുടെ മുഖത്ത് നോക്കും? ഒരു പാവം പെൺകുട്ടി പിച്ചു ചീന്തിയവന്റെ ഒരു അച്ഛനായി പോയില്ലേ ഞാൻ. അച്ഛൻ ഇപ്പോ അതൊന്നും ചിന്തിക്കേണ്ട, രോഹിത്തിനെ ഞാൻ പുറത്തിറക്കും. അവൻ എന്റെ അനിയനല്ല അച്ഛാ. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അച്ഛൻ പുറത്തേക്കൊന്നും പോകണ്ട. അതുപോലെ പത്രവും ടിവിയും അതൊന്നും നോക്കേണ്ട, അച്ഛന്റെ ഫോണിങ് എടുക്ക്. കുറച്ചു ദിവസം അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ ബാലേന്ദ്രൻ അവൾക്ക് തന്റെ ഫോണെല്ലാം കൊടുക്കും. എന്നിട്ട് ബാലേന്ദ്രനെ സമാധാനിപ്പിച്ച ശേഷം അലീന നടന്ന് പോകുന്നുണ്ട്. പിന്നീട് കുറച്ചു സമയം കഴിയുമ്പോ ബാലേന്ദ്രന്റെ ഫോണിലേക്ക് കമല വിളിക്കും. അന്നേരം ഫോൺ എടുക്കുന്നത് അലീന ആയിരിക്കും. അന്നേരം കമല ചോദിക്കും, ഇതാരാ, ബാലേന്ദ്രനെ ഇല്ലേ, ആരാ ഫോൺ എടുത്ത് എന്നൊക്കെ കമല ചോദിക്കുമ്പോ അലീന പറയുന്നുണ്ട്, ഞാനാണ്. അപ്പൊ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരും, നിന്നോട് ആരാടി ഫോൺ എടുക്കാൻ പറഞ്ഞേ, ഞാൻ വിളിച്ചത് ബാലേന്ദ്രനെ അല്ലേ. അയ്യോ മാഡം, അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. എന്താടി അച്ഛനോ, ആരുടെ അച്ഛൻ? ബാലേന്ദ്രൻ എന്നു മുതലാടി നിന്റെ അച്ഛനായത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, സോറി മാഡം, ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ. അതൊക്കെ പോട്ടെ, മാഡം എന്തേലും അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. ഹോ, അതിന് എനിക്ക് നിന്റെ ഒത്താശയൊന്നും വേണ്ടടി, എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ചു കഴിഞ്ഞ് ബാലേന്ദ്രനെ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് കമല അങ്ങ് ഫോൺ കട്ടാക്കും. പിന്നീട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കമല വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം കമലയുടെ കോളാണെന്ന് മനസ്സിലാക്കിയ അലീന ആ ഫോൺ നേരെ കൃഷ്ണമോളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാണ്. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കും, ആ പറ ആന്റി, ആന്റി എന്താ വിളിച്ചേ? നിന്റെ അച്ഛൻ എന്തേടി? ഇത് നിന്റെ അച്ഛന്റെ ഫോൺ തന്നെയല്ലേ? ഹാ, അച്ഛന്റെ ഫോണൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ അച്ഛൻ ഇല്ലല്ലോ ആന്റി. അലീന ചേച്ചി നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞതല്ലായിരുന്നോ? അതല്ലേടി മോളെ, ഹരിയെ പോലീസ് പിടിച്ചെന്നൊക്കെ കേട്ടു. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. സ്റ്റേഷനിലേക്ക് പോകാനും എന്റെ മോനെ ജാമ്യത്തിൽ ഇറക്കാനൊക്കെ ബാലേന്ദ്രൻ അല്ലാതെ ഇപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ പോലീസുകാർ ഇവിടെയും വന്നിരുന്നു. രോഹിയേട്ടനെയും അറസ്റ്റ് ചെയ്തു. പിന്നെ പോലീസ് വണ്ടിയിൽ ഹരിയേട്ടനെയും വേറെ 2 പേരെ കൂടെയൊക്കെ ഞാൻ കണ്ടു. ഇത് കേട്ടതും തന്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയ കമല അവിടെ നിലയും വിളിയും കൂട്ടുന്നുണ്ട്. ഈശ്വര, അപ്പോൾ അതൊക്കെ സത്യമായിരുന്നോ? ആ പീഡന കേസിൽ എന്റെ മകനും ഉണ്ടോ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ശിവേണ്ണാണെങ്കിൽ ഇവിടെ ഇല്ല, ആരോട് സഹായം ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് കമല അവിടെ ഒരേ കരച്ചിലായിരിക്കും. അങ്ങനെ പിന്നീട് കമലയുടെ ഫോണ് വെക്കുന്നുണ്ട്. പിന്നീട് അലീന മനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. മനുവേട്ടാ, മനുവേട്ടൻ എവിടെയാണ് ഉള്ളത്? എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. രോഹിത്തിനെ ഹരിയും പോലീസ് പിടിച്ചു. എന്താ പോലീസ് പിടിക്കേ? എന്തിനാണ് അവരെ പോലീസ് പിടിച്ചത്? അത് പിന്നെ മനുവേട്ടാ, അവരൊരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. ഇത് കേട്ട് മനു ആകെ ഞെട്ടിത്തരിച്ച് നിക്കാണ്. എന്താ മാനഭംഗപ്പെടുത്തേ? നീ പറഞ്ഞതൊക്കെ സത്യമാണോ അലീന? അതെ മനുവേട്ടാ, രോഹിത്തും ഹരിയും പിന്നെ വേറെ 2 പേരും ചേർന്ന് ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. എന്നിട്ട് മനു പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കി, ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് വരാം, നീ വേണം അങ്കിളിനെ സമാധാനിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് മനുവിടെ ഫോൺ വെക്കും. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഗോവർദ്ധനം വരുന്നുണ്ട്. ബാലേട്ട, അലീന എന്നെ വിളിച്ചിരുന്നു അല്പസമയം മുന്നേ. ഒരു 2 ആഴ്ചത്തേക്ക് ഷോപ്പൊന്നും തുറക്കണ്ട എന്നാണ് അവള് പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? ഷോപ്പൊക്കെ പൂട്ടിയിടണോ ബാലേട്ട എന്നൊക്കെ ചോദിക്കുമ്പോ ബാലേന്ദ്രൻ പറയും, അലീന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്താ മതി. അവൾ ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. ഇപ്പൊ ഷോപ്പ് തുറന്നാൽ ആളുകൾ നമ്മളെ കല്ലെറിയുകയുള്ളൂ. അതുകൊണ്ട് അവള് പറഞ്ഞ പോലെ 2 ആഴ്ചത്തേക്ക് കട തുറക്കണ്ട. പിന്നെ ഗോവർദ്ധന, ഈ കേസിനെ കുറിച്ച് നീ ഒന്ന് അന്വേഷിക്കണം. SI പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തിരക്കണം. അതുപോലെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കണം രോഹിത്തിനെ പുറത്തിറക്കാനായിട്ട്. അന്നേരം ഗോവർദ്ധനം പറയും, പീഡന കേസ് ആയതുകൊണ്ട് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധനൻ അവിടുന്ന് പോകും. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഇത് വലിയൊരു ചർച്ചാ വിഷയം ആകുന്നുണ്ട്. പത്രത്തിലും ന്യൂസിലൊക്കെ വന്നതോടും കൂടി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലുള്ള വൈജ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് വൈജയ്ക്ക് കൂട്ടിയിരിക്കുന്ന സുലോചനയോട് പറയും, നീ ആ TV വന്നിട്ടേ ബോറടിച്ചിട്ട് വയ്യ, കിടന്ന് കിടന്ന് മതിയായി. അന്നേരം സുലോചന ചോദിക്കും, അത് വേണം മാഡം. അതെന്താടി, ഞാൻ TV കണ്ടാൽ എന്താ കുഴപ്പം? ഡോക്ടർ കാണരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താ, നീ പറഞ്ഞതങ്ങ് കേട്ടാ മതി, നീ ആ TV അങ്ങിട് എന്നൊക്കെ പറയുമ്പോ അവരവിടെ വൈജയ്ക്ക് TV എല്ലാം ഇട്ട് കൊടുക്കും. എന്നിട്ട് റിമോട്ട് വൈജയുടെ കയ്യിലായിരിക്കും. അങ്ങനെ വൈജ ഓരോ ചാനലുകളായിട്ട് ഇങ്ങനെ മാറ്റുമ്പോ ഒരു ന്യൂസ് ചാനലിൽ രോഹിത്തിന്റെ പടം കാണാണ്. ഇത് കണ്ട് വൈജ ഒന്ന് ഞെട്ടും. എന്നിട്ട് വൈജ ന്യൂസ് കേൾക്കുമ്പോ വൈജ അറിയാണ് തന്റെ മകൻ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയത്. ഇത് കണ്ട് വൈജയുടെ പൊട്ടി കരയുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ബാലേന്ദ്രൻ വരും. അപ്പൊ ടിവിയിലെ ന്യൂസ് ഒക്കെ വെച്ചത് കണ്ടപ്പോ ബാലേന്ദ്രന് മനസ്സിലായി വൈജയന്തി എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ പറയും, നിനക്ക് സമാധാനായില്ലേടി? നീ ഒറ്റൊരുത്തിയാണ് അവനെ ഇങ്ങനെയാക്കിയത്. നീയാണ് അവനെ അടക്കി നിർത്താതെ എല്ലാം ചെയ്തു കൊടുത്ത് അവനെ ഇങ്ങനെയാക്കി തീർത്തത്. ആ ഹരി എന്ന് പറഞ്ഞവൻ അവിടെ വരുമ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാറുണ്ട്,
അതിൽ നിന്ന് രോഹിത്തിനെ ഒഴിവാക്കണമെന്ന്. നീ ഒറ്റൊരുത്തിയടി എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോ, ഹോ ഇനിയിപ്പോ നിങ്ങളെല്ലാം അങ്ങോട്ട് എന്റെ തലയിലേക്ക് വെച്ചോ. ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇപ്പൊ നടക്കില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു മക്കളെ. അതെങ്ങനെയാ ഏത് സമയവും ആ പിഴച്ചവളുടെ പുറകെയല്ലേ നിങ്ങൾ. നിർത്തടി. നീ ഇനി ഒരക്ഷരം പോലും മിണ്ടി പോകരുത്. ഇതൊരു ഹോസ്പിറ്റലാണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് നിന്റെ ചെവിക്കൽ ഞാൻ പൊട്ടിക്കും. അപ്പൊ വൈജാടൊന്ന് പതറുന്നുണ്ട്. ആ ഹരി വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ അവനെ മാറ്റി നിർത്തലാണ്. അപ്പോൾ നീയല്ലേടി അവനെ വിളിച്ചു വരുത്തി സൽക്കരിക്കല്. അവന്റെ ബുദ്ധിയായിരിക്കും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ളത്. എന്തായാലും നീ അനുഭവിച്ചോ. നിന്റെ മകൻ ഇനി ജയിലിൽ കിടക്കട്ടെ. ഇനി ഒരു പെണ്ണിനോടും അവൻ ഇങ്ങനെ ചെയ്യരുത്. അന്ന് അലീനയോട് അവൻ ആ ക്രൂരത കാണിച്ചപ്പോ തന്നെ ഞാൻ അവനെ ശകാരിച്ചതാ. അന്നു നീയാണ് ആ കുറ്റവും അലീനയുടെ തലയിൽ കെട്ടിവെച്ച് അവള് കണ്ണും കൈയും കാട്ടി അവനെ വശീകരിച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലടി എന്നൊക്കെ ദേഷ്യത്തിൽ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം വൈജു ഒരു അക്ഷരം പോലും മിണ്ടാതെ എല്ലാം കേട്ട് തലയും താത്തി നിൽക്കും. അങ്ങനെ രണ്ട് വർത്താനൊക്കെ പറഞ്ഞ ശേഷം ബാലേന്ദ്രൻ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം വൈജു തനിയെ പറയും, ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. ഞാനൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോലിക്ക് പോകുമ്പോ അവരൊക്കെ പറയില്ലേ ആ പീഡന കേസിലെ മകന്റെ അമ്മയാണെന്ന്. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് വൈജാവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അലീനയ്ക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി രോഹിത്തിന്റെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കും. അലമാര തുറന്ന് ഡ്രസ്സൊക്കെ മാറ്റി നോക്കുമ്പോ അതിനകത്ത് അശ്ലീല സിനിമകളുടേതെന്ന് തോന്നിക്കുന്ന ചില സീഡികളെല്ലാം അവൾക്ക് കിട്ടും. പിന്നീട് അലമാറയുടെ മുകളിലും രോഹിത്തിന്റെ ബാഗൊക്കെ പരിശോധിക്കുമ്പോ അതിനകത്തും ഓരോ വൃത്തികേടുകളൊക്കെ ഉള്ള സീഡികളൊക്കെ അലീന കണ്ടെടുക്കുന്നുണ്ട്. അതെല്ലാം ഒരു കവറിലാക്കി ഗോവർദ്ധനം വരുമ്പോ അലീന പറയുന്നുണ്ട്, അങ്കിളെ ഇതൊക്കെ രോഹിത്തിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ. ഇതെന്താ മോളെ എന്ന് ചോദിക്കുമ്പോ അലീന അവിടെ നിന്ന് മടിക്കും അത് പറയാനായിട്ട്. അപ്പൊ ഗോവർദ്ധനൻ ആ കവറിൽ നിന്ന് ഒരു സീഡി ഒക്കെ എടുത്തു നോക്കും. അതിലുള്ള ചിത്രം കാണുമ്പോ തന്നെ ഗോവർദ്ധന് കാര്യം മനസ്സിലാകും. അങ്കിളെ ഇതൊക്കെ കൊണ്ടുപോയി കത്തിക്കണം. എന്തായാലും പോലീസുകാർ ഇവിടെ വരും തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഹിത്തിനെ പുറത്തിറക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോ ഗോവർദ്ധനൻ ചോദിക്കും, നിനക്ക് എങ്ങനെ മനസ്സിലായി മോളെ അവന്റെ റൂമിൽ ഇതൊക്കെയുള്ള കാര്യം? ഹോ അതോ, ഹരിയുമായിട്ടല്ല അവന്റെ കൂട്ട്. പിന്നെ ഇവിടെ മുമ്പ് ജോലിക്ക് നിന്ന ചേച്ചി എന്നോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി അവന്റെ റൂമിൽ ഇങ്ങനെ വല്ലതും കാണുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പോയി നോക്കിയത് എന്നൊക്കെ പറയണ അലീന. അതെന്തായാലും നന്നായി മോളെ, ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കാം എന്നൊക്കെ ഗോവർദ്ധനം പറയും. അന്നേരം അലീന ചോദിക്കും, രോഹിത്തിന്റെ കാര്യം എന്തേലും ചെയ്യാൻ സാധിച്ചോ? ബെസ്റ്റ്. പോലീസുകാർ അങ്ങോട്ട് അടുപ്പിക്കുന്നു പോലില്ല. പിന്നെ ഈ ഒരു വിഷയം എല്ലായിടത്തും ഇപ്പൊ ചർച്ചയായിട്ടുണ്ട്. അലീന പറഞ്ഞതനുസരിച്ച് കടകളൊക്കെ അടച്ചത് നന്നായി. ഇന്ന് നമ്മുടെ കടയ്ക്ക് നേരെ കല്ലേറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ കാര്യം എന്തായി? ആ കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിലാ. എന്തായാലും ഒരു 15 ദിവസത്തേക്ക് അവരെന്തായാലും റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ജാമ്യം കിട്ടുമെന്ന് നോക്കിയാ മതി. അന്നേരം അലീന പറയുന്നുണ്ട്, എന്തായാലും അങ്കിളെ രോഹിത്തിന്റെ റൂമിൽ നിന്ന് ഈ സീഡി കിട്ടിയ കാര്യം അച്ഛനോട് ഇപ്പൊ പറയണ്ട. അച്ഛനത് കേട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഗോവർദ്ധനൻ പറയില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയോട് പറയും, എന്തായാലും ഞാൻ പോട്ടെ, ഇത് പോയി വേഗം നശിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധനൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് മനു എത്തും. മനു നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സാറേ, എന്റെ അനിയന്മാരാണ് രോഹിത്തും ഹരിയും. എനിക്ക് അവരെ ഒന്ന് കാണണം. ഏയ് അതൊന്നും പറ്റില്ല. അവരെ ചോദ്യം ചെയ്യാതെ ആരെയും കാണിക്കലും നടക്കില്ല. അപ്പൊ മനു ആ പോലീസുകാരനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യും. കാണലൊന്നും നടക്കില്ല. അപ്പൊ മനു അവിടെ പോലീസുകാരനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് സാറേ ഒരു മിനിറ്റ് സമയം തന്നാ മതി എന്നൊക്കെ പറയുമ്പോ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, കണ്ടിട്ട് വേഗം ഇറങ്ങണം. എസ് ഐ അറിഞ്ഞാൽ എന്റെ പണി പോകും. ഓക്കെ സാറേ, എനിക്ക് ഒരു മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞ് മനു അവരെ കാണുന്നുണ്ട്. അപ്പൊ മനു ആട്ടെ ആദ്യം ഹരിയുടെ ചെകിടത്തും പിന്നെ രോഹിത്തിന്റെ ചെകിടത്തും ഒന്ന് പൊട്ടിച്ചിട്ട് പറയും, നിങ്ങൾക്കൊക്കെ പോയി ചത്തൂടടാ, നീയൊക്കെ ഇനി എന്തിനു ജീവിക്കുന്നേ? അപ്പൊ രോഹിത്തിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. രോഹിത്തിന് അവിടെ ഒരുപാട് കുറ്റബോധം തോന്നും. എന്നാ ഹരിക്കാണെങ്കിലോ ഒരു കൂസലുണ്ടാകില്ല. അങ്ങനെ ആ പോലീസുകാരൻ പറയും, മതി മതി, എസ് ഐ വരാൻ സമയായി എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് ലോക്കപ്പിൽ ഇടാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ വരും. ബാലേന്ദ്രൻ കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടാകും. അന്നേരം അലീന ചോദിക്കും, അച്ഛൻ കുടിച്ചിട്ടുണ്ടോ? അത് പിന്നെ മോളെ എനിക്കിതൊന്നും താങ്ങാൻ വയ്യ, അതുകൊണ്ട് അച്ഛൻ കുറച്ച് കുടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ സ്റ്റെപ്പ് കയറാനായിട്ട് തുടങ്ങുമ്പോ ബാലേന്ദ്രൻ അവിടെ വീഴാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം അലീന വന്ന് പിടിക്കും. എന്നിട്ട് അലീനയുടെ സഹായത്തോടെയാണ് ബാലേന്ദ്രന്റെ റൂമിൽ എത്തിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ ബാലേന്ദ്രന്റെ ഈ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോ അലീനയ്ക്ക് അവിടെ ഒരുപാട് സങ്കടാകും. അങ്ങനെ പിന്നീട് അതിരാവിലെ തന്നെ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് വൈജയുടെ അടുത്തേക്ക്. അന്നേരം പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. അത് പോലീസാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോള് വേഗം ചെന്നിട്ട് അലീനയുടെ അടുത്ത് പറയും, ചേച്ചി ഒരു പോലീസ് ജീപ്പ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അലീന കിച്ചണിൽ നിന്ന് ഉമ്മറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ എസ് ഐ ആയിട്ടുള്ള രാജേഷ് നമ്പ്യാർ അലീനോട് ചോദിക്കും, രോഹിത്തിന്റെ റൂം ഏതാ, ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം എന്നൊക്കെ പറയുമ്പോ അലീന അവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവർ ആ റൂമൊക്കെ പരിശോധിക്കുമ്പോ അവർക്ക് ആ റൂമിൽ നിന്ന് ഒന്നും തന്നെ കിട്ടില്ല. അങ്ങനെ ആ എസ് ഐ പറയുന്നുണ്ട്, നീയല്ല അലീന, നീ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്ത് കാര്യമാണ് സാറേ എന്ന് അലീന ചോദിക്കുന്നുണ്ടേലും അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം എന്ന് പറഞ്ഞ് അലീന അവർ
ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ കൃഷ്ണമോളവിടെ പൊട്ടിക്കരയും. ഉടൻ തന്നെ മനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മനു അവിടെ ഫോൺ വെക്കും. പിന്നീട് ആ പോലീസുകാരൻ അലീനെ ചോദ്യം ചെയ്യും. ആദ്യം ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിത്തിന്റെ വീട്ടിൽ വന്നിട്ട് എത്ര കാലമായെന്നും അതുപോലെ നിന്റെ വീട് എവിടെയാന്നുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട്. പിന്നീട് ആ എസ് ഐ അലീനോട് ചോദിക്കാണ്, ഇതിന്റെ മുന്നേ രോഹിത് ഹരിയും നിന്നെ മാനഭംഗപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അലീന അവിടെ ആദ്യം അവരെ നോക്കിയ ശേഷം പിന്നീട് പറയുന്നുണ്ട്, ഇല്ല സാറേ. ഹോ, അപ്പൊ നിനക്ക് കള്ളം പറയാനൊക്കെ അറിയാം, നീ ഒരു പെരും കള്ളിയാ എന്നൊക്കെ പറഞ്ഞ്, എടാ നിങ്ങൾ ഇവളെ റേപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? സത്യം മാത്രം പറഞ്ഞാ മതി. നുണ എങ്ങാനും പറഞ്ഞാൽ അടിച്ച് നിങ്ങളുടെ നട്ടല് ഞാൻ ഒടിക്കും. അപ്പോൾ ഹരി പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ റേപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അന്ന് അവൾ അവളുടെ വയറ്റിൽ കത്രിക കൊണ്ട് കുത്തിയിറക്കി. അപ്പൊ ഞങ്ങൾ പേടിച്ച് സ്ഥലം വിട്ടു. ഇത് കേട്ട് അലീനൊന്ന് തല താത്തും. അന്നേരം എസ് ഐ ചോദിക്കും, ഇനി നിനക്ക് എന്തെങ്കിലും കള്ളം പറയാനുണ്ടോടി? നീ എന്താ പറഞ്ഞ ഇവര് നിന്നോട് മോശമായിട്ട് പെരുമാറിയില്ലെന്നോ? ഇനി നിനക്കെന്താടി പറയാനുള്ളത് എന്നൊക്കെ എസ് ഐ ചോദിക്കാണ്. അന്നേരം അലീന പറയും, അത് പിന്നെ സാറേ, അതൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അതിന് ഞാൻ അവരോട് ക്ഷമിച്ചതാണ്. നീ ആരാടി അവരോട് ക്ഷമിക്കാൻ? നീ ആരാ, ദൈവമോ? നീ അന്നൊരു കംപ്ലൈന്റ് തന്നിരുന്നെങ്കിൽ ഇന്ന് അവന്മാർ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവന്മാരുടെ കേസ് ഒന്നുകൂടി മുറുകണം, അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. അതിന് നീ ഇപ്പോ ഇവിടെ ഒരു കംപ്ലൈന്റ് തരണം എന്നൊക്കെ പറയുമ്പോ അലീന പറയും, എനിക്ക് കംപ്ലൈന്റ് ഇല്ല സാറേ. അവരിപ്പോ ചെയ്ത തെറ്റിന് അവരെ വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ. പക്ഷെ അവരെ എന്നോട് ചെയ്തതിന് എനിക്കൊരു പരാതിയില്ല. അപ്പോൾ അവർ എസ് ഐ അലീനോട് നന്നായിട്ട് ദേഷ്യപ്പെടുകയും അലീനെ നന്നായിട്ട് തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ പോലീസുകാർ അലീനാണെന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി ഹരിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എന്നേക്കുമായിട്ട് നമ്മുടെ രോഹിത് അവസാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രോഹിത്തിനെ അലീന തന്നെ പുറത്തിറക്കുന്നുണ്ട്. എന്തായാലും സംഭവ ബഹുലമായിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളെല്ലാമാണ് നമ്മുടെ മഴ തോരും മുംബൈയിൽ ഇനി വരാനിരിക്കുന്നത്. രോഹിത് അലീന എന്ന ചേച്ചിയുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.